ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചീര കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയുമായിട്ടാണ്. ഏതൊരു ഇലക്കറികൾ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തോരൻ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചുവന്ന ചീരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് പ്രാണിയോ മറ്റോ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഇത് ചെറിയതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അങ്ങനെ ചീര ഞാൻ മുഴുവനും ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2-3 പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ആയാലും മതി, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാനിത് നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ ജാറിലേക്ക് നമുക്ക് ഈ തോരനിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. ഈ ചീരയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാടങ്ങ് അരിഞ്ഞു പോകേണ്ട. തേങ്ങ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ചീനിച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും 1 ടീസ്പൂൺ അരി കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇലക്കറികൾ തയ്യാറാക്കുമ്പോഴത്തേനും നമ്മളതിലേക്ക് അരിയോ ഉഴുന്നോ അതുപോലുള്ള സാധനങ്ങൾ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഇത് അരി നന്നായിട്ട് തന്നെ പൊട്ടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയെല്ലാം നല്ലതുപോലെ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചീരയെല്ലാം ആവി പോകാതെ തട്ടിപ്പൊത്തി ഇതുപോലെ വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ഒരടപ്പ് വെച്ച് അടച്ച് ഇത് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് സമയം മതി ഈ ചീരയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഈ അടപ്പൊന്നെടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോഴിത് നമ്മളുടെ തോരൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചീരത്തോരനാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക്